തൊട്ടടുത്ത ദിവസം കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ട് വരാൻ പോവുകയാണ്. ഇവിടെ LDFന് പരാജയം സംഭവിക്കും, അല്ലെങ്കിൽ UDFന് പരാജയം സംഭവിക്കും. ഇത് രണ്ടാലൊന്ന് സ്വാഭാവികമാണ്. പക്ഷെ LDFന് പരാജയം സംഭവിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത്. പ്രധാനമായും മലബാർ ഭാഗങ്ങളിലായിരിക്കും LDFന് വലിയ രൂപത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുക. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈ LDF സർക്കാരിന്റെ രണ്ടാം ഭരണത്തിലുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ്. അതേസമയം മലബാർ അല്ലാത്ത ഏരിയകളിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു മിതമായ രീതിയിൽ വലിയ പരാജയങ്ങളില്ലാതെ നിലനിർത്താൻ സാധിക്കും. എന്നാൽ മലബാർ ഭാഗങ്ങളിൽ വലിയ രൂപത്തിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഈ തിരിച്ചടി എന്ന് വിലയിരുത്തുന്നിടത്താണ് ഒരു പാർട്ടി വിജയിക്കുന്നത്. അപ്പോഴാണ് അത് പരിഹരിച്ചുകൊണ്ട് പൂർവോപരി ഉയരങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കുക. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ വിലയിരുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടായിരുന്നു രണ്ടാമത്തെ തവണയും LDF സർക്കാർ തുടർ ഭരണത്തിലേക്ക് കടന്നു വന്നത്? ഈ രണ്ട് വിലയിരുത്തലുകളും അനിവാര്യമാണ്. ഭരണ തുടർച്ചയുണ്ടായതും ന്യൂനപക്ഷങ്ങളുടെ പ്രധാനപ്പെട്ട മുസ്ലിം വോട്ടുകൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം NRCയുമായി ബന്ധപ്പെട്ട പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ സർക്കാർ, അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഘട്ടത്തിൽ അവർ അതിനെ അഭിമുഖീകരിക്കുന്നത് അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വിഷയമായിട്ടാണ്. അതുകൊണ്ട് മറ്റൊരു പ്രശ്നങ്ങൾക്കും അവരുടെ മുന്നിൽ അത്രമാത്രം പ്രാധാന്യം ഇല്ല എന്നത് നമുക്കറിയാം. ഒരു സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ LDF സർക്കാർ വളരെ കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിച്ചു എന്ന് അവരുടെ മനസ്സിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ സർക്കാർ നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു കരുതലായിരുന്നു അത്രയും വലിയ വിജയം രണ്ടാം തവണ LDF സർക്കാരിന് ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ അതിനുശേഷം LDF സർക്കാർ പിന്നെയും 5 വർഷം ഭരിക്കുമ്പോൾ നമുക്കറിയാം ചില പ്രതിസന്ധികൾ മുസ്ലിം സമൂഹത്തിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ നിലയിലും ഉണ്ടായി എന്നല്ല ഞാൻ പറയുന്നത്. അതായത് വ്യക്തമായി തെറ്റാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ മുസ്ലിം വിരുദ്ധമായ ചില ഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതികൾ LDF സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടുകൾ ന്യൂനപക്ഷത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ADGPയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. അൻവർ MLA ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ADGPക്കെതിരെ വലിയ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ചിലതെല്ലാം മാറ്റിവെക്കാമെങ്കിലും പലതും വസ്തുത ഉണ്ടായിരുന്നു എന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ സർക്കാർ ഏത് രീതിയിലാണ് അതിനോട് സമീപിച്ചത് എന്നത് നമുക്കറിയാം. KT ജലീലാണെങ്കിലും അൻവർ ആണെങ്കിലും ഇത്തരത്തിലുള്ള പല സത്യങ്ങളും ആ സമയത്ത് തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ ഈ സർക്കാർ എന്ത് രീതിയാണ് സ്വീകരിച്ചത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. അതുപോലെ SIRമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തമിഴ്നാട് സർക്കാർ അടക്കമുള്ള പല സർക്കാരുകളും ഇതിനെ സംശയത്തോടുകൂടെ കാണുന്ന ഒരു സാഹചര്യത്തിൽ ആ സമയത്ത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇതിന് പൗരത്വവുമായി ബന്ധമുണ്ട് എന്ന് പലരും ധരിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷെ ആ ഘട്ടങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് എന്ത് നീക്കമാണ് ഉണ്ടായത്? ഏത് രീതിയിലായിരുന്നു അതിനോട് സർക്കാർ സമീപിച്ചത്? അതായത് തമിഴ്നാട് സർക്കാർ അടക്കമുള്ള പല സർക്കാരുകളും അതിശക്തമായി അതിനെതിരെ രംഗത്ത് വന്നു. അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും അത്തരത്തിലുള്ള പ്രസ്താവനകളും നടത്തുമ്പോൾ കേരളം ആ രീതിയിലേക്ക് അങ്ങോട്ട് എത്തിയില്ല എന്ന ഒരു സംശയവും അല്ലെങ്കിൽ ഒരു ധാരണയും ന്യൂനപക്ഷങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ മലബാറിൽ നിന്ന് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഒരുപക്ഷെ ഈ വോട്ടിൽ പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ, LDFന് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് LDF സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം വിഷയത്തിൽ ഒരു തിരുത്ത് അവരുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നത് വളരെ നല്ല കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് LDF സർക്കാരിന് എന്ത് സംഭവിക്കും എന്ന കാര്യം നമുക്ക് ചെറിയ രൂപത്തിൽ വിലയിരുത്താൻ ഇതിലൂടെ സാധിക്കും. അതേസമയം ഇതിനെല്ലാം മറികടന്ന് അവസാന ഘട്ടങ്ങളിൽ LDFന്റെ ചില നീക്കങ്ങളെങ്കിലും അത് തിരുത്തുന്ന രീതിയിലേക്ക് കടന്നുപോയിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് തിരുത്താൻ LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കുള്ള സാധ്യതയും ഉണ്ടാകും. എന്തായാലും മലബാറിൽ നിന്ന് ഈ LDF സർക്കാരിന്റെ രണ്ടാമത്തെ ഭരണത്തിന്റെ തുടക്കത്തിലുണ്ടായ ഒരുപാട് നീക്കങ്ങളെ വലിയ പ്രതിഷേധത്തോടുകൂടെ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ രൂപത്തിലുള്ള വിമർശനത്തോടുകൂടെ അവർ അതിനെ സമീപിക്കുന്നുണ്ട്.
അതിന്റെ ഒരു പ്രതിധ്വനി ഈ ഇലക്ഷനിൽ LDF സർക്കാരിനെതിരെ ഉണ്ടാകുമോ എന്ന ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് അടുത്ത ദിനം നമുക്ക് വോട്ടെണ്ണലിലൂടെ മനസ്സിലാക്കാം.